നമ്മുടെ സ്റ്റോറിൽ പെയ്ഡ് ഓർഡേഴ്സ് എങ്ങനെ കൂട്ടാൻ പറ്റും? അതിനുള്ള മാർഗങ്ങൾ എന്തെങ്കിലും? പെയ്ഡ് ഓർഡേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കസ്റ്റമറിൻ്റെ ട്രസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ തന്നെ ഒരു ആൾക്കൊരു പൈസ കൊടുക്കണമെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ ആ പ്രോഡക്റ്റ് നമ്മൾ വിശ്വസിച്ചല്ലേ നമ്മൾ വാങ്ങത്തുള്ളൂ. ഇപ്പം ഒരാൾക്ക് ക്യാഷ് നമ്മൾ കൊടുത്തിട്ട് ഒരു സാധനം വാങ്ങുമ്പോൾ നമ്മൾ ആ ഒരു ട്രസ്റ്റാണ് നമ്മളവിടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഓൺലൈനിലും ഒരു പെയ്ഡ് ഓർഡേഴ്സിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ, ഇപ്പോൾ ഒരു കസ്റ്റമർ നമ്മളുടെ സൈറ്റിൽ വന്നിട്ട് നമ്മളെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഓർഡർ പെയ്ഡായിട്ട് അവിടെ ചെയ്യത്തുള്ളൂ. കാരണം മിക്ക കസ്റ്റമേഴ്സിനും പെയ്ഡ് ചെയ്യുന്നതാണ് താല്പര്യം. കാരണം ഈ COD ഓർഡർ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ ആ പ്രോഡക്റ്റ് വരുമ്പോൾ അവരവിടെ ഉണ്ടാവണം, അല്ലെങ്കിൽ അവരുടെ ഓൺ ബിഹാഫിൽ വേറെ ആരെങ്കിലും ആ കാശ് കൊടുക്കണം, എന്നാലേ ആ ഓർഡർ അവർക്ക് റിസീവ് ചെയ്യാൻ പറ്റും. പെയ്ഡ് ആകുമ്പോൾ അത് അവർക്ക് ഓർഡർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർ ആ പ്രോഡക്റ്റ് ആ സ്ഥലത്ത് ആളില്ലെങ്കിലും ഇപ്പോൾ അവരുടെ വീട്ടിലെ ആർക്കെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫ്ലാറ്റൊക്കെ ആണെങ്കിൽ സെക്യൂരിറ്റിയിലോ ഒക്കെ കൊടുത്താൽ മതി. പെയ്ഡ് ഓർഡറാണ് എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ എന്തുകൊണ്ട് ആളുകൾ പെയ്ഡ് ഓർഡർ ചെയ്യുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്കവരും CODയിലോട്ട് ഓപ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ട്രസ്റ്റാണ്. ഈ സാധനം നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടാവുമോ? അവരുടെ ഒരു കസ്റ്റമർ നമ്മളുടെ വെബ്സൈറ്റിലോട്ട് വരുമ്പോൾ അവർക്ക് നമ്മളിപ്പോൾ എന്തൊക്കെ വെബ്സൈറ്റിലൊക്കെ ചെയ്ത് എന്തൊക്കെ CRO മെത്തേഡ്സൊക്കെ ചെയ്ത് വെച്ചാലും കസ്റ്റമേഴ്സിന് ഒരു ഫീലിംഗ് ഉണ്ടാവും, ഈ ട്രസ്റ്റിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടാവും. ഈ പ്രോഡക്റ്റ് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആയിരിക്കും, ഇത് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ ഡെലിവർ ചെയ്യും. അതോടൊപ്പം തന്നെ ഇത് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അവർ ഈ പറയുന്ന പോലെ എക്സ്ചേഞ്ച് ടൈമിൽ നമുക്ക് എക്സ്ചേഞ്ചോ റീഫണ്ടോ ചെയ്ത് തരുമോ? ഈ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മളാണെങ്കിലും അങ്ങ് സെയിം ഇതാണല്ലോ, ഒരു ഹ്യൂമൻ സൈക്കോളജി അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഒരാളത് ഓക്കെ ഇവരെ ട്രസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു പേയ്മെൻറ്റ് മോഡ് ഏതെങ്കിലും ഇപ്പോൾ UPIയോ ക്രെഡിറ്റ് കാർഡോ ചെയ്യണമെങ്കിൽ അത് നമ്മളോടുള്ള ട്രസ്റ്റ് കൊണ്ടാണോ ചെയ്യുന്നത്. അപ്പോൾ ആ ട്രസ്റ്റ് കൂടുന്തോറും നമ്മളെ പെയ്ഡ് ഓർഡേഴ്സ് കൂടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഒരു പെയ്ഡ് ഓർഡേഴ്സ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. കാരണം ഇപ്പോൾ നമ്മളൊക്കെ എത്ര ഭംഗിയായിട്ടൊക്കെ e-commerce ചെയ്താലും ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരുപാട് സ്കാമേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് തന്നെ ഒരുപാട് ആഡ്സ് ഒക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യയിലെ കാര്യമാണ്, ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്കാമേഴ്സുകൾ ഈ e-commerceൽ ഇറങ്ങി കളിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ചില പ്രോഡക്ട്സ്, ചില ആഡ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ വലിയ ഫർണിച്ചേഴ്സ് അല്ലെങ്കിൽ വലിയ ടോയ്സ് ഒക്കെ ഒരു 300 രൂപയ്ക്ക് 299 രൂപയ്ക്കൊക്കെ വെക്കുന്നത്. അതൊട്ടും പോസിബിൾ അല്ല, അത് വെറും സ്കാമാണ്. അപ്പോൾ അതിൽ ചെന്ന് വീഴുന്ന ഒരുപാട് പേരുണ്ട്. പണ്ട് അവർ മെറ്റയിലൊക്കെ ആഡ് ചെയ്യുമായിരുന്നു, ഇപ്പോൾ മെറ്റ അത് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്യും. ഇപ്പോൾ അവർ ഇറങ്ങിയിരിക്കുന്ന യൂട്യൂബിലൊക്കെയാണ്, യൂട്യൂബിൻ്റെ PMax ആഡ്സിലൊക്കെയാണ് മെയിനായിട്ട് ആ ആഡ്സ് നമുക്കിപ്പോൾ കാണാൻ പറ്റും. അല്ലെങ്കിൽ നേറ്റീവ് ആഡ്സിലൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ നല്ലൊരു ടോയൊക്കെ കാണിച്ചിട്ടേ, അല്ലെങ്കിൽ വലിയൊരു ഫർണിച്ചർ അതൊക്കെ കാണിച്ചിട്ട്, ഒരു സോഫയോ കൗച്ചോ കാണിച്ചിട്ട് അത് 300-400 രൂപ കിട്ടുമെന്ന് പറയും. ആ പ്രോഡക്റ്റ് ഷിപ്പ് ചെയ്യാൻ തന്നെ വേണം 2000 രൂപ. ജസ്റ്റ് അത്രയും വലിയ പ്രോഡക്ട്സൊക്കെ ഇത്രയും ലോ കോസ്റ്റിൽ കൊടുക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ ആഡ്സ് ഉണ്ട്. പക്ഷേ പെയ്ഡ് ഓർഡർ മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇങ്ങനെ പല ആളുകളും അതിനകത്തൊക്കെ ചെന്ന് വാങ്ങിച്ചിട്ട് സ്കാമിലൊക്കെ പെട്ടിട്ടുണ്ടാകും. അപ്പോൾ ആ ആൾ വീണ്ടും വേറൊരു വെബ്സൈറ്റ് കാണുമ്പോഴും അത് ജെന്യൂൻ വെബ്സൈറ്റ് ആണെങ്കിൽ അവർക്ക് ട്രസ്റ്റ് ഉണ്ടാകത്തില്ല. അവർ CODയെ, ആ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടാലും CODയെ അവർ ഓപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ പെയ്ഡ് ഓർഡർ മെയിൻലി നിൽക്കുന്നത് ഈ ട്രസ്റ്റിലാണ്. വൺസ് ട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെയ്ഡ് ഓർഡേഴ്സിൻ്റെ ഈ ഒരു നമുക്ക് ലെവൽ കൂട്ടാൻ പറ്റും, പെർസെൻറ്റേജ് കൂട്ടാൻ പറ്റും. ഇപ്പോൾ അതിന് ഏറ്റവും ട്രസ്റ്റ് കൂട്ടാനുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഇപ്പോൾ നമുക്ക് നമ്മളുടെ ബ്രാൻഡിന് ഏതെങ്കിലും എൻഡോഴ്സ്മെൻറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ വന്നിട്ട് ഒരു നമ്മളുടെ പ്രോഡക്റ്റ് കാണിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഇൻഫ്ലുവൻസേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നവർ അവിടെ ഒരു ട്രസ്റ്റ് അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് മിക്കവരും ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് പേര് ഈ പെയ്ഡ് ആഡ്സ് ഒന്നും ഇല്ലാതെ തന്നെ കൊളാബിലൂടെ മാത്രമൊക്കെ ഓർഡേഴ്സ് എടുക്കുന്നത്. അവരെല്ലാവരും COD ഇല്ലാതെ തന്നെ ഈ പെയ്ഡ് ഓർഡേഴ്സ് മാത്രമായിട്ട് എടുക്കുന്നത്. അതെന്താണ്? അതൊരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് അത് അവിടെ ഷോക്കേസ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ ആ ഒരു സെയിൽ അങ്ങനെ നടക്കുന്നത്. എസ്പെഷ്യലി ഹ്യൂമൻ ബൊട്ടീക്സ് പോലെയുള്ള ആ ബിസിനസ്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവരൊക്കെ ലൈവിലൊക്കെ വന്ന് അവരുടെ പ്രോഡക്റ്റ് കാണിക്കുന്നു, ആളുകൾ അത് പേയ്മെൻറ്റ് ചെയ്ത് തന്നെ അത് വാങ്ങുന്നു. COD അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അത് അവിടെ വർക്ക് ചെയ്യുന്നത് ആ ഒരു എൻഡോഴ്സ്മെൻ്റ് ആണ്, ആ ഒരു ഇൻഫ്ലുവൻസർ എൻഡോഴ്സ്മെൻറ്റ്. അത് ട്രസ്റ്റിലോട്ട് മാറാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും പറ്റണമെന്നില്ല. കാരണം അത് ഒന്നുകിൽ നിങ്ങൾ നമ്മളൊരു ഇൻഫ്ലുവൻസറിനെ ഹയർ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ സ്വയം ഒരു ഇൻഫ്ലുവൻസർ, അത്രയും അതോറിറ്റി ഉള്ള ഒരാളായിരിക്കണം, ഇൻഫ്ലുവൻസർ അതോറിറ്റി ഉള്ള ഒരാളായിരിക്കണം, എങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അത്രയും ഒരു വലിയൊരു ഇൻഫ്ലുവൻസറിനെ നമ്മൾ ആദ്യമേ ഹയർ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളൊരു e-commerce ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഡെഫിനറ്റ്ലി ഫസ്റ്റ് ടൈം നമുക്ക് COD ഓർഡേഴ്സ് തന്നെ ആയിരിക്കും 80-90%. അപ്പോൾ അതിന് നമുക്ക് ഇവഞ്ച്വലി നമുക്ക് ആ CODയുടെ കൗണ്ട് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും, അതിൻ്റെ പെർസെൻറ്റേജ് കൗണ്ട് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിന് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് വേണ്ടത് നമ്മുടെ ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ്. ഏറ്റവും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് മാത്രം കസ്റ്റമറിന് കൊടുക്കുക, നല്ല ബ്രാൻഡഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് മാത്രം കൊടുക്കുക, അതിന് നല്ല സർവീസും കൊടുക്കുക.
എന്തെങ്കിലും അവർക്ക് ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ അത് നമ്മൾ പറയുന്ന പ്രോമിസസ് എല്ലാം അവർക്ക് കീപ്പ് ചെയ്ത് സർവീസസും കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് നല്ല റിവ്യൂസ് നമ്മളുടെ വെബ്സൈറ്റിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതെന്ന് പറയുന്നത് ജെന്യുവൻ ആയിട്ടുള്ള വെരിഫൈഡ് റിവ്യൂസ് കൊണ്ടുവരാൻ പറ്റും. അത് ഈ റിവ്യൂ വഴിയും നല്ലൊരു ക്യാഷ് ഉണ്ട്. റിവ്യൂ അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഈവൻ ഫോട്ടോസ് വെച്ചുള്ള റിവ്യൂസ് ഒക്കെ നമുക്ക് നമ്മളുടെ വെബ്സൈറ്റിൽ ഷോ ചെയ്യാൻ പറ്റും. അത് വരുമ്പോൾ അത് ഇങ്ങനെ ഇവഞ്ച്വലി കൂടുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, അതിനകത്തൊരു 100+ റിവ്യൂസ് ഉണ്ട്. അതിൽ കുറേ പേര് ജെന്യുവൻ ആയിട്ട് അവരുടെ ഫോട്ടോ, ആ പ്രോഡക്റ്റിൻ്റെ എക്സാക്ട് ഫോട്ടോ വെച്ചുള്ള നല്ല റിവ്യൂ പറയാണ്. അപ്പോൾ അത് അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ആഡൊക്കെ ചെയ്യുമ്പോൾ ഈവൻ ദോ നമ്മളുടെ പ്രോഡക്റ്റ്, നമ്മളുടെ ബ്രാൻഡ് ഒരു ഒരു യൂസർ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ അവർക്ക് പെയ്ഡ് ഓർഡർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അവിടെ ഉണ്ടാവും. അതാണ് ഈ പെയ്ഡ് ഓർഡറിലോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു കംപ്ലീറ്റ്ലി ഒരു ബ്രാൻഡാണ്, ഒരു റിവ്യൂ ഇല്ല, ഒന്നുമില്ല, ഒരു അഡ്രസ്സും ഇല്ല, ഒന്നുമില്ല, ആ സ്റ്റോറിലോട്ട് ആരും പെയ്ഡ് ഓർഡർ ചെയ്യത്തില്ല. കാരണം അത്രയും അവർക്ക് ആ ട്രസ്റ്റ് അവിടെ വർക്കൗട്ട് ആവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട നമ്മുടെ പ്രോഡക്റ്റാണ്. ആ പ്രോഡക്റ്റും നല്ല രീതിയിലുള്ള പ്രോഡക്റ്റിൻ്റെ സർവീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ പ്രോഡക്റ്റിൻ്റെ പേജസൊക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇപ്പോൾ CRO മെത്തേഡ്സൊക്കെ നമ്മൾ അവിടെ ചെയ്യണം. ഇപ്പോൾ പ്രോഡക്ട്സ് വെക്കുമ്പോൾ തന്നെ പ്രോഡക്ട്സിൻ്റെ യൂസേജ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ്, അപ്പോൾ അത് ഒരു UGC കൈൻഡ് ഓഫ് വീഡിയോസൊക്കെ നമുക്ക് ആ പ്രോഡക്റ്റ് പേജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്, ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയൊക്കെ കസ്റ്റമേഴ്സിനൊന്ന് വ്യൂ ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഈ പെയ്ഡ് ഓർഡേഴ്സിലോട്ടൊക്കെ എത്തിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പെയ്ഡ് ഓർഡേഴ്സിൻ്റെ ഒരു കൗണ്ട് നമുക്ക് പെയ്ഡ് ഓർഡേഴ്സിൻ്റെ കൗണ്ട് നമുക്ക് പെർസെൻറ്റേജ് കൂട്ടാൻ പറ്റുന്നത്. COD ഓർഡേഴ്സിൻ്റെ കൗണ്ട് കുറച്ച് ഇതൊരു ഇവഞ്ച്വലി നമ്മൾ ഇങ്ങനെ ഈ രീതി മൂവ് ചെയ്യുമ്പോൾ വൺസ് നമ്മളുടെ ബ്രാൻഡ് നല്ലൊരു പ്രോഡക്റ്റ് ക്വാളിറ്റി അതൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സ് നമ്മൾ ആദ്യം വന്ന 80% to 80-20 ആണ് നമ്മളുടെ COD പ്രീപെയ്ഡ് റേഷ്യോ എങ്കിൽ ഈ 80 കുറഞ്ഞ് ഒരു 60 ഒക്കെ ആവും, 50 ആവും, 40 ആവും, 20 ആവും. അവസാനം ഒരു 5-10% വരത്തുള്ളൂ COD ഓർഡേഴ്സ്, ബാക്കിയെല്ലാം പ്രീപെയ്ഡ് ആയിരിക്കും. അങ്ങനെ ഒരു സ്റ്റോറിൽ നമുക്ക് എത്തിക്കാൻ പറ്റും. നമ്മളൊന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10,000 കസ്റ്റമേഴ്സൊക്കെ എത്തുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ലെവലിൽ നമ്മളെ സ്റ്റോറിന് എത്തിക്കാൻ പറ്റും. ഒരു 10% വരും നമ്മളുടെ COD ഓർഡേഴ്സ്, ബാക്കിയെല്ലാം പ്രീപെയ്ഡ് ആയിരിക്കും. പിന്നെ ഈ ഓഫേഴ്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് ഒരു അഡീഷണൽ അവരുടെ ഇൻസ്പിറേഷനാണ്. ഇപ്പോൾ നമുക്ക് അവർ പേയ്മെൻറ്റ് ഗേറ്റ്വേയിലോട്ട് വരുമ്പോൾ ഓക്കെ, നിങ്ങൾ പ്രീപെയ്ഡ് ചെയ്യുകയാണെങ്കിൽ അല്ല UPI പേയ്മെൻ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ 5% അഡീഷണൽ ഡിസ്കൗണ്ട്. അത് ഈ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെയ്യും, അല്ലാതെ അവർ ഒരു ഓഫർ മാത്രം കണ്ട് അവർ ചെയ്യത്തില്ല. അവർക്ക് ഓക്കെ ഒരു 50 റുപ്പീസോ 100 റുപ്പീസോ അവിടെ സേവ് ആയെന്ന് വെച്ചിട്ട് ഈ കംപ്ലീറ്റ് ഫണ്ടും ആരും അങ്ങനെ ചെയ്യത്തില്ല. അത് നമ്മളെ സ്റ്റോറിലോ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആളുകൾ അത് ചെയ്യും. എങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അവരെ ഇൻസ്പയർ ചെയ്യാം, നിങ്ങൾ പ്രീപെയ്ഡ് ഓർഡറിലോട്ട് പോകാൻ വേണ്ടി ഇൻസ്പയർ ചെയ്യാം. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഒരു പ്രീപെയ്ഡ് ഓർഡേഴ്സ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വേറൊരു കാര്യം, നമ്മളിപ്പോൾ ഒരു കസ്റ്റമർ ജേണി നമുക്ക് ചിന്തിച്ച് നോക്കാം. ഇപ്പോൾ ഒരു കസ്റ്റമർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നമ്മളെ ബ്രാൻഡിൽ മാർക്കറ്റ് ചെയ്യാണ്. ഒരു യൂസർ ആദ്യമായിട്ട് നമ്മളുടെ ബ്രാൻഡ് കണ്ടു. അപ്പോൾ ആൾ വന്നിട്ട് അപ്പോൾ ക്ലിക്ക് ചെയ്തു, നമ്മൾ ആഡ് ക്രിയേറ്റീവ് കണ്ട് ഇംപ്രസ്സായി ക്ലിക്ക് ചെയ്തു, നമ്മളുടെ വെബ്സൈറ്റിലോട്ട് വന്നു. ഓക്കെ, വെബ്സൈറ്റിലെ പ്രോഡക്റ്റ് കണ്ടു, ആൾക്ക് ഇഷ്ടപ്പെട്ടു, പ്രൈസിങ് ആൾക്ക് ഓക്കെയാണ്. അപ്പോൾ ആൾ ബൈ ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയിലോട്ട് ആൾ മൂവ് ചെയ്യാണ്. അപ്പോൾ ആൾ ആദ്യം ഇത്രയും ആൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഈ പറഞ്ഞ ട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പുള്ളി ആദ്യം ഒരു COD ഓർഡർ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ COD ഓർഡർ ചെയ്തു, ആൾക്ക് പ്രോഡക്റ്റ് ഡെലിവറായി, പ്രോഡക്റ്റിൽ പുള്ളി ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയി. വേറെ പ്രോഡക്ട്സുകൾ പുള്ളി നോക്കുകയാണ്. വീണ്ടും നമ്മളുടെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞ് നമ്മളുടെ ഓട്ടോമേഷൻ മെസ്സേജസ് ഒക്കെ ഇമെയിലോ വാട്സാപ്പൊക്കെ എത്തുമ്പോൾ പുള്ളി നമ്മളെ വേറെയും പ്രോഡക്ട്സുകൾ നോക്കുകയാണ്. അപ്പോൾ ആളുടെ ഫസ്റ്റ് ഡീല്, നമ്മളുമായിട്ടുള്ള ഫസ്റ്റ് ഡീല് അത്രയും പെർഫെക്റ്റ് ആയതുകൊണ്ട് പുള്ളിക്ക് നമ്മളോടുള്ള ട്രസ്റ്റ് ഉണ്ട്. കാരണം ഈ ബ്രാൻഡിന്, ഈ കമ്പനിക്ക് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് കറക്റ്റായിട്ട് അയക്കും, പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റിയാണ്. ഇപ്പോൾ കസ്റ്റമർ സർവീസിലൊക്കെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾക്ക് ഒരു ട്രസ്റ്റ് നമ്മളുടെ കമ്പനിയിലോട്ടുണ്ടായി, നമ്മളുടെ പ്രോഡക്ട്സിലോട്ടുണ്ടായി. ഈ സെയിം കസ്റ്റമർ തന്നെ സെക്കൻഡ് ടൈം വന്നു കഴിഞ്ഞാൽ COD ആൾ ഓപ്റ്റ് ചെയ്യത്തില്ല. ഒരു 80-90% ചാൻസും ആൾ പ്രീപെയ്ഡ് ആയിരിക്കും ഓപ്റ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ അഡീഷണൽ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ആളുടെ COD മാറ്റിയിട്ട് പ്രീപെയ്ഡ് തന്നെ ഓപ്റ്റ് ചെയ്യും. അപ്പോൾ ആ സെക്കൻഡ് ടൈം വരുമ്പോൾ അത് നമുക്ക് പ്രീപെയ്ഡ് ഓർഡറായി മാറി, ആ ഒരു റിപ്പീറ്റഡ് പർച്ചേസസ്. പിന്നീട് ഇത് അടുത്ത് വരുമ്പോൾ സെക്കൻഡ് ടൈം ആൾ വാങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു പ്രോഡക്റ്റിന് പകരം പുള്ളി 2-3 പ്രോഡക്ട്സ് യൂണിറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതും നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, നമുക്ക് ആവറേജ് ഓർഡർ വാല്യൂ നമുക്ക് അവിടെ കൂടി.
പിന്നെ ഈ ആൾ തന്നെ ചിലപ്പോൾ ആളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ കൊളീഗ്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ നമ്മളുടെ വെബ്സൈറ്റ് ചിലപ്പോൾ റെഫർ ചെയ്യാം. കാരണം ഈ പ്രോഡക്റ്റ് ഓക്കെ ഞാൻ ഈ സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചാണ് ബെറ്റർ ആണ് എന്നുള്ള രീതിയിൽ ആൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ ഒരു റെഫറൻസിൽ ആരെങ്കിലും വാങ്ങുകയാണെങ്കിൽ അവർ ഒരിക്കലും COD ഓപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. അവരും ഒരു പ്രീപെയ്ഡിലോട്ട് മൂവ് ചെയ്യും. പിന്നെ ഇതിനകത്തുള്ള ഞാൻ നേരത്തെ പറഞ്ഞ റിവ്യൂസും കാര്യങ്ങളെല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് അങ്ങനെയാണ് ഒരു പ്രീപെയ്ഡ് ഓർഡറുകളുടെ ജേണി കൂട്ടാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് എക്സാക്റ്റ് മെത്തേഡ്. ഇതൊരു ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല, ഇതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്. ഇത് നമുക്കൊരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 10,000 കസ്റ്റമേഴ്സൊക്കെ ലെവലൊക്കെ എത്തുമ്പോൾ നമ്മൾ ഈ രീതിയിൽ കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്താൽ ഒരു 90% ഒക്കെ നമുക്ക് 80 to 90% പ്രീപെയ്ഡ് ഓർഡറിലോട്ട് നമ്മളെ കംപ്ലീറ്റ് ഓർഡേഴ്സിന് നമുക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് അൾട്ടിമേറ്റ്ലി പ്രോഫിറ്റബിൾ ആവും. കാരണം പ്രീപെയ്ഡ് ഓർഡേഴ്സ് എത്തുമ്പോൾ എന്താണ് നമുക്ക് CODയുടെ റിസ്ക് ഇല്ല. പിന്നെ CODയേക്കാളും കോസ്റ്റ് ഈ ഷിപ്മിങ്ങിനും കുറവാണ്. നമുക്ക് കുറച്ചുകൂടെ സ്പീഡായിട്ടൊക്കെ നമുക്ക് ഡെലിവറി ചെയ്യാനും അതിൻ്റെ കാര്യങ്ങൾ ഓട്ടോമേഷൻസ് എല്ലാം നമുക്ക് കുറച്ചുകൂടെ സിമ്പിളാവും. നമ്മളെ ടീമിന് അത്രയും ജോലി കുറയും. കാരണം പ്രീപെയ്ഡ് ഓർഡർ ആകുമ്പോൾ അവരെ കൺഫർമേഷൻസ് കാര്യങ്ങൾ അതൊന്നും നോക്കേണ്ട വലിയ റിസ്ക് ഇല്ലല്ലോ. അവിടെ നമുക്ക് ആ ഒരു റിസ്ക് ഇല്ലാതെ നമുക്ക് ഏറ്റവും സ്മൂത്തായിട്ട് നമുക്ക് ബിസിനസ് കുറച്ചുകൂടെ പ്രോഫിറ്റബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് വേ. അപ്പോൾ അത് ഗ്രാജുവലായിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വർക്കൗട്ട് ചെയ്ത് ഇത് പ്ലാൻ ചെയ്യണം. പ്രീപെയ്ഡ് ഓർഡേഴ്സ് നമുക്ക് ഇൻക്രീസ് ചെയ്യാം.